ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 1947 ലോസ് ഏഞ്ചലസിലാണ് എലിസബത്ത് ഷോർട്ട് എന്ന് പറഞ്ഞൊരു യുവതിയെ ബ്രൂട്ടലായിട്ട് കൊല ചെയ്യുന്നത്. അവരുടെ ശരീരഭാഗം തന്നെ കണ്ടുപിടിച്ചത് 2 പാർട്ടായിട്ടായിരുന്നു. അതേപോലെ തന്നെ മുഖമെല്ലാം വികൃതമായിട്ടുള്ള രീതിയിൽ വെട്ടിക്കേറി വെച്ചു. ആ കാലത്ത് കില്ലറിനെ ഒരിക്കലും പിടിക്കാൻ കഴിഞ്ഞില്ല. അതും കൂടാതെ ഈ ഒരു കേസിനെ വിളിച്ചിരുന്നത് ബ്ലാക്ക് ഡാലിയ കേസ് എന്നാണ്. ഈ ബ്ലാക്ക് ഡാലിയ എന്ന് പറഞ്ഞൊരു പേര് വരാൻ കാരണം തന്നെ എലിസബത്ത് ഷോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു യുവതി എപ്പോഴും കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലത്തെ മാധ്യമ പ്രവർത്തകരാണ് ബ്ലാക്ക് ഡാലിയ എന്നുള്ള ആ ഒരു പേര് ഈ കേസിന് കൊടുത്തത്. അപ്പോൾ ഈ കേസിനെ അടിസ്ഥാനമാക്കി 2006 പുറത്തു വന്നൊരു മൂവിയാണ് ദി ബ്ലാക്ക് ഡാലിയ എന്ന് പറഞ്ഞൊരു മൂവി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റിയലായിട്ട് സംഭവിച്ചിരുന്ന ആ ഒരു കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് മൂവി ആയതുകൊണ്ട് ഇതിനൊരു കഥയും കാരണമൊക്കെ വേണമല്ലോ. അതിനുവേണ്ടി ഇതിൽ അവരൊരു കാരണവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥയോടൊപ്പം പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത 1-2 ട്വിസ്റ്റുകളുണ്ട്. അതാണ് ഈ മൂവിയെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതെന്താണെന്നെല്ലാം നിങ്ങൾ ഈ മൂവി കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നതാണ് ഈ കഥയിലെ നായകനായിട്ടുള്ള ബക്കി ബ്ലെങ്കാർട്ട്. അവൻ ലോസ് ഏഞ്ചലസിലെ ഒരു പോലീസുകാരനും അതേപോലെ തന്നെ ഒരു ബോക്സറും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസിലൂടെയാണ് നമ്മൾ ഈ കഥ തുടങ്ങുന്നത്. ഞാനും ലീയും കണ്ടുമുട്ടുന്നത് ഇതാദ്യമായിട്ടല്ല എന്ന് പറഞ്ഞ് ഈ കഥ തുടങ്ങുമ്പോൾ ലോസ് ഏഞ്ചലസിലെ ഒരു വലിയ പ്രക്ഷോഭമാണ് കാണിക്കുന്നത്. നഗരത്തിലുടനീളം ആളുകൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അക്രമം അഴിച്ചുവിടുന്നു. അതിനിടയിലേക്ക് പോലീസുകാരനായിട്ടുള്ള നമ്മുടെ ഹീറോ ബക്കി ഈ പ്രക്ഷോഭം നടത്തുന്നവരെ തടയാൻ വേണ്ടി അതിലെ പ്രധാന കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്ത്, അതും തനിക്കറിയാവുന്ന ആ ഒരു ബോക്സിംഗ് ഉണ്ടല്ലോ അത് വെച്ച് തന്നെ എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് താഴെയിട്ട് അവസാനം തൻ്റെ പാർട്ണറായിട്ടുള്ള ലീയെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവൻ്റെ പേര് ലീ ബ്ലാൻഷാർഡ്. എളുപ്പത്തിന് വേണ്ടി എന്തായാലും നമുക്ക് ലീ എന്ന് വിളിക്കാം. അങ്ങനെ രണ്ടുപേരും ആ ഒരു പ്രധാന കുറ്റവാളിയെ അവിടെ നിന്ന് പിടിച്ച് അടുത്തൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരുടെ സ്റ്റേഷൻ. അതിലെ ബക്കി അകത്തേക്ക് വരുമ്പോൾ അവനെ ഒരു ഓഫീസർ വിളിക്കുന്നതായിട്ട് പറഞ്ഞ് ഇപ്പോൾ ബക്കിയെ ആ ഒരു ഓഫീസറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോഴാണ് അവിടെ ലീ ഉണ്ട്. എന്നിട്ട് ബക്കിയുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്ത് അത് വായിക്കാൻ പറയും. ബക്കി അത് പതിയെ പതിയെ വായിക്കുമ്പോൾ ലീ ആ പേപ്പർ എടുത്ത് വായിച്ചിട്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അടുത്ത സൺഡേ ഒരു ബോക്സിംഗ് നടക്കാൻ പോവാണ്. അത് തമ്മിൽ നടക്കുന്നത് ബക്കിയും ലീയും തമ്മിലായിരിക്കും. അതിന് പ്രധാന കാരണം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു പുതിയ കുറ്റവാളിയെ പിടിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊമോഷനും അതേപോലെ തന്നെ ശമ്പള വർധനവ് ഇതിനെല്ലാം മാറ്റങ്ങൾ വരും. കൂടാതെ ജനങ്ങളെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സിംഗ് മാച്ച് ഇവിടെ നടത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ അത് ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ഹൈപ്പ് കൂടും. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബക്കി ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബക്കി ഇവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തോടെ പോവാണ്. അപ്പോഴാണ് ലീ അവനെ വിളിക്കുന്നത്. അടുത്തേക്ക് വിളിക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു ലേഡി നിൽപ്പുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ നായിക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൾക്ക് ഈ ഒരു മൂവിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ അത്ര പ്രധാനമല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവളുടെ പേര് കെ ലേക്ക്. ലീയുടെ ഗേൾ ഫ്രണ്ടാണ്. ഇപ്പോൾ ബക്കിയോട് ലീ പറയുന്നുണ്ട്, നീ എന്തായാലും എന്നെ അത്ര നല്ല രീതിയിൽ ഉപദ്രവിക്കില്ല എന്ന് അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഹീറോയും വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇവർ ആ ഒരു ഫൈറ്റിംഗ് നടത്തുമല്ലോ അതിൽ ലീ ജയിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ആരെങ്കിലും ഒരാൾ ജയിച്ചല്ലേ മതിയാവൂ. അതുകൊണ്ട് ഒരാൾ മനഃപൂർവ്വം തോറ്റു കൊടുക്കണം. ഇത് റിയൽ ആയിട്ടുള്ളൊരു ബോക്സിംഗ് അല്ല, ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പോലീസിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ബോക്സിംഗ് ആണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാണ്. ആ സ്ഥലത്തേക്ക് ഹീറോയും വരുന്നു. അവിടെ വെച്ച് ലീയും ബക്കിയും പ്രാക്ടീസ് ചെയ്യുന്നത് അവൾ കാണുന്നുണ്ട്. അതേപോലെ ബക്കി ചോദിക്കും, അല്ല നീ എന്തുകൊണ്ട് അവളെ വിവാഹം കഴിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി അവൾ പറയുന്നില്ല. ഇപ്പം ആ സിറ്റിയിലുള്ള ഒരുപാട് ആളുകളും ആ ഫൈറ്റ് കാണാൻ വേണ്ടി അവിടെയുണ്ട്. അതിനിടയിലേക്കാണ് നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ലീ ഇവർ രണ്ടുപേരും ആ ഒരു ബോക്സിംഗ് റിങ്ങിലേക്ക് കയറി വരുന്നു. അത് കഴിഞ്ഞ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും നല്ലതുപോലെ തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അറിയാലോ, ഇതിൽ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ബക്കി ലീയോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് അവസാനം അവൻ ലീയെ ഇടിച്ച് താഴെയിടുന്നു. ഇതാരും പ്രതീക്ഷിക്കത്തില്ല, പ്രത്യേകിച്ച് ഹീറോയിൻ. അവൾ വിഷമത്തോടെ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും ലീയെ തന്നെ നോക്കാണ്. ഇപ്പോൾ റെഫറി 1, 2, 3 ഇങ്ങനെ 7 വരെ എണ്ണാൻ തുടങ്ങും. അതിനുള്ളിൽ ലീ ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ അറിയാലോ, നമ്മുടെ ബക്കി ഈ ഒരു ക്രൗഡിനിടയിലേക്ക് നോക്കുമ്പോൾ അതിലുള്ള ഒരാൾ ബക്കിയെ നോക്കുന്നുണ്ട്.
ഇതിലൂടെ അവൻ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, അടുത്ത റൗണ്ടിൽ അവൻ എന്തായാലും തോറ്റു കൊടുക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് നമ്മുടെ ബക്കി മനഃപൂർവ്വം ഇടികൊള്ളുകയാണ്. ഇടികൊണ്ട് അവസാനം ലീ ആണെങ്കിലോ തന്റെ ദേഷ്യം മുഴുവൻ ആദ്യ റൗണ്ടിൽ തോറ്റതിന്റെ ആ ഒരു ദേഷ്യം കാരണം നല്ലതുപോലെ ഇടിച്ചിട്ട് ബക്കിയുടെ പല്ല് വരെ തെറിച്ചുപോയി. അതുപോലെയാണ് അവൻ ഇടിച്ചത്. അങ്ങനെ മത്സരത്തിന് ശേഷം ബക്കി അവന്റെ ആ ഒരു പല്ല് പോയതുകൊണ്ട് ഒരു വെപ്പ് വല്ല ആ ഒരു ഭാഗത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് പിന്നീട് അവൻ നടക്കുന്നത്. അതുപോലെ ഈ മത്സരത്തിൽ തോറ്റത് കൊണ്ട് തന്നെ അവൻ കുറെ നാള് ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കും. ഇത് കാരണം ലീ ഒരു ദിവസം അവനെ കാണാൻ വരും. എന്നിട്ട് നീ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ബക്കിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ജോലിയിലേക്ക് തിരിച്ചു കയറിയ ബക്കി അത് കഴിഞ്ഞ് ലീ ബക്കിയെ നേരെ കൊണ്ടുപോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. ഇപ്പൊ അവിടെ അവനോടൊപ്പം ഉള്ളത് ഹീറോയും മാത്രമാണ്. അതുപോലെ ഈ മത്സരത്തിലെ ലീ ജയിക്കാൻ വേണ്ടി ബക്കി മനഃപൂർവ്വമാണല്ലോ തോറ്റു കൊടുത്തത്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ബക്കിയോട് അത്രയും കാര്യമാണ്. ഈ ഒരു സൗഹൃദം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവര്. അങ്ങനെ ഇവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് രണ്ടുപേരും ഒരേ സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന പാർട്ണർമാരായിട്ടുള്ള പോലീസുകാർ അവരൊരുപോലെ തന്നെ കേസുകൾ കണ്ടുപിടിക്കുന്നു. ഒരുപാട് കുറ്റവാളികളെ പിടിക്കുന്നുണ്ട്. അതേപോലെ ഇവർ മൂന്നുപേര് സുഹൃത്തുക്കളായിട്ട് മാറിയിട്ട് ഓരോ പാർട്ടിയിൽ പോകുന്നത്, അതേപോലെ തന്നെ സിനിമയ്ക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഹൊറർ സിനിമ ഇവർ മൂന്നുപേര് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ രംഗങ്ങൾ കണ്ട് ഹീറോയിൻ രണ്ടുപേരുടെ കൈയും ഒരുപോലെ തന്നെ പിടിച്ചു വെച്ച് അവളങ്ങനെ ആ ഒരു സിനിമ കാണുന്നുണ്ട്. അപ്പൊ എത്രത്തോളം തന്നെ ഉണ്ട് അവരുടെ ആ ഒരു ബോണ്ടിങ് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് 1947 ഒരു ന്യൂ ഇയർ ദിവസം അങ്ങനെ ഇവർ മൂന്നുപേരും ആ ഒരു ന്യൂ ഇയർ പാർട്ടി ആ ക്ലബിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ മയക്കുമരുന്ന് മാഫിയായിട്ട് ബന്ധമുള്ള ഒരാള് അയാളോടൊപ്പം ലീ നിന്ന് സംസാരിക്കുന്നതായിട്ട് ബക്കി കാണുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയുള്ളൊരു ബന്ധമാണെന്ന് മാത്രം ബക്കിക്ക് മനസ്സിലാവുന്നില്ല. ബക്കി അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് അപ്പോഴവന് മനസ്സിലാവുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ബക്കി പറയുന്നത് പോലെയാണ് നമുക്കിപ്പോൾ കേൾപ്പിച്ചിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞുള്ള ഒരു ദിവസം സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു പുതിയ കേസിന്റെ ഭാഗമായിട്ട് വരികയാണ്. ജൂനിയർ നാഷ് എന്ന് പറഞ്ഞൊരു കുറ്റവാളി ഒരുപാട് ചെറിയ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടെന്നും അല്ലാതെ തന്നെ അവൻ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അയാളെ പിടിക്കാനുള്ള ഒരു ചുമതലയും ഇനി ഇവർക്കുണ്ട്. അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ലീയും ബക്കിയും അവരുടെ കാറും എടുത്ത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ രാത്രിയിലെ യാത്ര കഴിഞ്ഞ് രണ്ടുപേരും എത്തുന്നത് ഒരു വലിയ ഷോപ്പിന് മുന്നിലേക്ക്. അങ്ങനെ റോഡ് സൈഡിലായിട്ട് തന്നെ അവരുടെ വണ്ടി നിർത്തിയിട്ട് കുറെ നേരമായിട്ട് അവര് ആരെയും ഒരാളെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ അടുത്ത ദിവസവും നമ്മുടെ ലീയും ബക്കിയും ഉള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ്. അവരാരെ അന്വേഷിക്കുകയാണെന്ന് മാത്രം നമുക്കറിയാം. അങ്ങനെ കാണിക്കുമ്പോഴാണ് ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ അവിടെ കുറച്ച് കാക്കകൾ ഇരിക്കുന്നു. കൂടാതെ ആ ബിൽഡിങ്ങിന്റെ പിറകിലായിട്ട് വലിയൊരു തുറസായിട്ടുള്ള സ്ഥലമുണ്ട്. അതിനടുത്തുള്ള നടപ്പാതയിലൂടെ ഒരു സ്ത്രീ നടന്നു വരുമ്പോൾ താഴെ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. പെട്ടെന്ന് ആ സ്ത്രീ അലറി വിളിച്ച് ആരെങ്കിലും സഹായിക്കണേന്ന് പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് ഓടുന്നു. ഒരു കാർ അതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവരൊരിക്കലും വണ്ടി നിർത്തുന്നില്ല. ഇപ്പൊ ആ ഒരു കാറ് അവിടെ നിന്ന് നേരെ വരുന്നത് ബക്കിയും ലീയും കിടക്കുന്ന ആ റോഡുണ്ടല്ലോ അവിടേക്കാണ്. അങ്ങനെ ആ കാറ് മറുവശത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇപ്പൊ അതിൽ നിന്നും ഒരു ലേഡിയും അവളുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി നടന്ന് ഇവർ ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന അവർ നോക്കിയിരിക്കുന്ന ആ ഒരു ഷോപ്പുണ്ടല്ലോ അതിനടുത്തേക്ക് നടന്നു പോവും. ഇത് കാണുന്ന ലീ ബക്കിയെ എഴുന്നേൽപ്പിച്ചിട്ട് അവനോട് താഴ്ന്നിരിക്കാൻ പറയും. അങ്ങനെ ആ ഷോപ്പിലേക്ക് വന്ന രണ്ടുപേര് അതിനകത്തേക്ക് കയറാനായിട്ട് വരുമ്പോൾ ലീ പെട്ടെന്ന് അവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്യുന്നു. ഇതൊരിക്കലും നമ്മുടെ ബക്കി പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ തടിയനായിട്ടുള്ള ഒരാളുണ്ട്. അയാളെ തിരിച്ച് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ബക്കി അവന്റെ പിറകെ തന്നെ പോവും. എന്നിട്ട് നല്ലൊരു ചേസിങ്ങിന് ശേഷം അവനെ അടിച്ച് താഴേക്കിട്ട് അവന്റെ കയ്യിലും അതേപോലെ തന്നെ അടുത്തുള്ള കാറിലും വിലങ്ങിട്ട് അവനെ അവിടെ തന്നെ പിടിച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലീ ആണെങ്കിലോ ഈ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ആ ഒരു ബിൽഡിങ്ങിനടുത്തേക്ക് വന്നിട്ട് അതിനടുത്തുള്ള ആളുകളെ എല്ലാവരും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതേപോലെ വെളിയിൽ നിന്നിരുന്ന ആ രണ്ടുപേരെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞില്ലേ ആ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറും. ഇപ്പൊ ഇത് കണ്ട ബക്കിയാണെങ്കിലോ മറുവശത്ത് നിന്ന് ഓടി ആ ബിൽഡിങ്ങിനടുത്തേക്ക് വന്നിട്ട് ലീയെ വിളിക്കുമ്പോൾ അകത്ത് വെടിവെച്ച കേൾക്കുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ പോലീസുകാരെല്ലാവരും അവിടേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു ഷൂട്ടൗട്ടിലെ മരിച്ചവര് എല്ലാവരും ക്രിമിനൽസ് ആണ്. ആ ഒരു ഭാര്യയും ഭർത്താവായിട്ട് വന്നല്ലോ അവരും ക്രിമിനൽസ് ആണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലീയുടെ ഒരു ക്യാരക്ടറാണ്. അവനൊരു സാധാരണ പോലീസുകാരനാണെങ്കിലും ഒരു എടുത്തുചാട്ടക്കാരനാണ്. കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരാള്. കാരണം അവന് അവൻ്റെതായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതായിരിക്കും അവൻ ഫോളോ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വാക്കിന് വലിയ രീതിയിൽ അവനൊരിക്കലും വില കൊടുക്കാറില്ല. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്ന അതേ സമയം ഇതിന് പിറകിലായിട്ട് ഒരു സ്ത്രീ നേരത്തെ ഓടിപ്പോയതായിട്ട് കണ്ടിരുന്നല്ലോ. ഇപ്പൊ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം ആ റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടാണ് നേരത്തെ ആ ഒരു സ്ത്രീ അവിടെ നിന്ന് അലറി വിളിച്ച് ഓടിയത്. ഇപ്പോൾ ഇവരെല്ലാവരും അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ശരീരത്തിലാണെങ്കിലോ ഒരു തുണ്ട് തുണി പോലും ഇല്ല. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ശരീരം രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ടിരുന്നത്. മുഖമാണെങ്കിലോ ഒരു പ്രത്യേക രീതിയിൽ വലിച്ചു കീറിയതുപോലെ. ഇപ്പോൾ നമ്മുടെ ബക്കിയും ലീയും അവിടേക്ക് വന്നിട്ട്
ഇവർ രണ്ടുപേരും ഈ കേസ് അന്വേഷിക്കാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ കാണിക്കുമ്പോൾ ലീക്ക് എന്തോ അന്നത്തെ പത്രത്തിലെ ആ പെൺകുട്ടിയുടെ മരണത്തെപ്പറ്റി വന്നിരുന്നു. അതിൽ ആ ഒരു പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബക്കി അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ലീയും ലേക്കും തമ്മിൽ നല്ല രീതിയിൽ വഴക്കുണ്ട്. ലീ ആണെങ്കിലോ ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ബക്കി കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മരിച്ച പെൺകുട്ടിയെ ലീക്ക് അറിയാം. ആ പെൺകുട്ടിയെ ലീക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവൻ ഇതുപോലെ വിഷമിച്ച് പോകുന്നതെന്ന് ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബക്കി ലേയോട് ചോദിക്കും, അല്ലല്ലേ ഈ ബോബി ഡിവറ്റ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ലേ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ബക്കി പറയുന്നത് അത് ലീക്ക് അറിയാവുന്ന അവന്റെ പഴയൊരു സുഹൃത്താണ്, പക്ഷെ അവനെ പറ്റി കൂടുതലായിട്ടും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. ലേയിനോട് ഒരു തവണ കൂടി അത് ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൾക്കത് അറിയാം ആരാണെന്ന്, പക്ഷെ അവൾക്ക് പറയാനായിട്ട് എന്തോ പേടിയുള്ളതുപോലെ. അപ്പോൾ ബക്കി പറയും, കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിനെപ്പറ്റി കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ബക്കി അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ബാത്റൂമിൽ എന്തോ ശബ്ദം കേട്ട് അവൻ അവിടേക്ക് ചെന്ന് നോക്കും. അവിടെ വെച്ച് അവൻ കാണുന്നത് ലേയുടെ മുതുകിലായിട്ട് BD എന്നുള്ള 2 അക്ഷരങ്ങൾ ഈ പൊള്ളിച്ചതുപോലെ, അതൊരിക്കലും പച്ചകുത്തിയതല്ല, പൊള്ളലേറ്റതാണ്. ഒരുപക്ഷെ അതുപോലെ പൊള്ളിച്ചു വെച്ചതായിരിക്കാം. അപ്പോൾ ഈ BD എന്ന് പറയുമ്പോൾ ബോബി ഡിവറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ബോബി ഡിവറ്റ് ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. അതാരാണെന്ന് ഹീറോയ്ക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ബോബി ഡിവറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബക്കി തീരുമാനിക്കുകയാണ്. അതിനവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ലീക്ക് ബോബി അറിയാം. അങ്ങനെയാണെങ്കിൽ ലീയുടെ ചരിത്രമുണ്ടല്ലോ, മുൻകാല ചരിത്രങ്ങൾ, അതിനെപ്പറ്റി ബക്കി മനസ്സിലാക്കും. അതിലൂടെയാണ് ലീക്ക് മറ്റൊരുപാട് പെൺകുട്ടികളായിട്ടും ഒരു ബന്ധമുള്ളതായിട്ട് ബക്കി മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കേസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ മാധ്യമ പ്രവർത്തകരെല്ലാം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അടുത്തൊരു കൊലപാതകം നടക്കുന്നതിന് മുന്നേ ഈ കേസിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചേ മതിയാവും. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ലീ വിചാരിക്കുന്നത് ജൂനിയർ നാഷ് എന്ന് പറഞ്ഞിട്ടൊരു കൊലയാളി ഉണ്ടല്ലോ, ഈ കുട്ടികളെല്ലാം പേടിപ്പിച്ചു കൊല്ലുന്ന, അവനായിരിക്കണം ഈ പെൺകുട്ടിയെ കൊന്നത്. അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ആ മരിച്ച പെൺകുട്ടിയുടെ പേര് എലിസബത്ത് ഷോർട്ട്. അവളുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടക്കാണ്. ആ ഡോക്ടർ പോലീസുകാരോട് പറയുന്നത് തലയിൽ ചുറ്റിയൽ കൊണ്ട് അടിച്ചിട്ടുണ്ട്, അതേപോലെ ശരീരഭാഗങ്ങൾ കട്ട് ചെയ്തേക്കാട്, കാൽമുട്ടുകൾ ഒടിഞ്ഞിട്ടുണ്ട്. റേപ്പ് ചെയ്ത ലക്ഷണങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു സ്ത്രീക്ക് പ്രത്യുൽപാദനം നൽകുന്ന എല്ലാ ഭാഗങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. അതേപോലെ അവളുടെ വായിന്റെ 2 ഭാഗവും മുറിച്ചും വെച്ചിട്ടുണ്ട്. കൂടാതെ കൊന്നതിന് ശേഷം അവളുടെ ശരീരത്തിലുള്ള രക്തം മുഴുവനായിട്ടും അവർ വേറെ ഏതോ രീതിയിൽ നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരീരത്ത് ഒരു തുള്ളി രക്തം പോലും ഇല്ലാത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് മരിച്ച ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, എലിസബത്ത് ഷോർട്ട്, അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത സമയത്ത് അവൾ മദ്യപിച്ചതായിട്ട് പോലീസ് കണ്ടുപിടിച്ച് അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവൾക്ക് 4 സഹോദരിമാര്, മാതാപിതാക്കൾ രണ്ടുപേരും വിവാഹമോചിതരാണ്. അങ്ങനെ ബക്കിയും ലീയും അടുത്തതായിട്ട് പോകുന്നത് എലിസബത്തിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അയാളോട് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് തന്റെ മകളുമായിട്ട് വലിയ രീതിയിൽ കണക്ഷനൊന്നുമില്ല. അവള് മരിച്ചെന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്ക് അത് വലിയ വിഷമമുണ്ടാക്കുകയോ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പൊ അവളുടെ അച്ഛനിലൂടെ അവർ മനസ്സിലാക്കുന്ന കാര്യം അവൾക്ക് ഒരു കാമുകനുണ്ടായിരുന്നതും അതിൽ പകുതി ആൾക്കാരും ഈ പട്ടാളക്കാരുടെ യൂണിഫോം ഉണ്ടല്ലോ അത് ധരിക്കുന്നവരായിരുന്നു. ഒരുപക്ഷെ പട്ടാളക്കാരായിരിക്കാം. ഒരു ബോയ് ഫ്രണ്ട് എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല, കാരണം ഒരുപാട് പേരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ബക്കി ചോദിക്കും അവൾക്ക് റിയൽ ആയിട്ടൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കണം. കൂടാതെ അവൾക്ക് മൂവിയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. ഒരു ആക്ടർ ആവാൻ വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും ഒരു ബ്ലാക്ക് ഗെറ്റപ്പിലാണ് നടന്നിരുന്നത്. വേറൊന്നുമല്ല, എലിസബത്ത് എപ്പോഴും ഈ കറുത്ത വസ്ത്രമാണ് കൂടുതലായിട്ടും ധരിക്കുന്നത്. അതൊരു ലുക്ക് കിട്ടാനും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാളുടെ ആ ഒരു ഷോപ്പിൽ നിന്ന് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ലീ ബെക്കിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിൽ നാഷിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയെന്ന് ഞാൻ എന്തായാലും അന്വേഷിക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഇന്ന് രാത്രി ലേയോടൊപ്പം വീട്ടിലൊന്ന് നിൽക്കണം, എനിക്ക് രാത്രിയിലെ വേറൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ബക്കി ലേയോടൊപ്പം അവളുടെ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും ഈ കേസിനെ പറ്റി കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് എന്തോ ലേക്ക് ബക്കിയോട് എന്തോ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അവനോട് സംസാരിക്കുമ്പോൾ ബക്കി അവളോട് പറയുന്ന ഒരു കാര്യം, ലീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, അവൻ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരിക്കലും അവനെ ചതിക്കാൻ കഴിയത്തില്ല എന്നാണ്. അങ്ങനെ ഒരു താല്പര്യം അവളോട് തോന്നത്തില്ല എന്ന് പറയുമ്പോൾ ലേ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അവന് കഴിക്കാനായിട്ട് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ബക്കി സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പത്രത്തിലെ മാധ്യമപ്രവർത്തകർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഡാലിയ കേസ് എന്നാണ്. കാരണം അവൾ കറുത്ത വസ്ത്രം അധികമായിട്ട് ധരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പേര് അവരിട്ടത്. അത് കഴിഞ്ഞിട്ട് ബക്കി ഇപ്പോൾ നേരെ പോകുന്നത് എലിസബത്ത് താമസിച്ചിരുന്ന എലിസബത്തിനെ അറിയാവുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീട്ടിലെ അവൾ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിച്ചെന്ന് പറഞ്ഞല്ലോ, ആ സമയങ്ങളിലെല്ലാം ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇവരും എന്തോ ഒരു പ്രോഗ്രാമിന് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരോട് എലിസബത്തിനെ പറ്റി ചോദിക്കുമ്പോൾ
അവൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാവണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അവൾ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ പലതവണയും ഇവരോട് കള്ളം പറഞ്ഞതായിട്ടും അവർ പറയും. അപ്പോൾ ബക്കി ചോദിക്കും, അവൾക്ക് കാമുകന്മാരാരെങ്കിലും ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ലോണ ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ പറ്റി ഇവർ പറയുന്നുണ്ട്. അവളോടൊപ്പം ഈ ആക്ടിങ് ക്ലാസ്സിനെല്ലാം അവൾ പോയിട്ടുള്ളതായിട്ടും അവള് ലോണ ലോഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ അവരുടെ മുടി പകുതി കട്ട് ചെയ്ത അവസ്ഥയിലായിരുന്നു കണ്ടിരുന്നത് എന്നുള്ള കാര്യം ഈ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ ലോണ ലോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ബാഗ് ഇവിടെ ഉള്ളതായിട്ട് ആ സ്ത്രീ പറയുമ്പോഴത്തേക്കും ബക്കി അവരുടെ ആ ഒരു ബാഗ് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നും എലിസബത്തിന്റെ ഒരു പഴയ ഫോട്ടോ, അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ എടുത്തൊരു ഫോട്ടോ അവന് കിട്ടും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബക്കി നേരെ സ്റ്റേഷനിലേക്ക് വന്ന് അവനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണുവാണ്. ഇത് വേറൊന്നുമല്ല, എലിസബത്ത് ഷോർട്ട് ഉണ്ടല്ലോ, അവൾക്ക് ഈ ഒരു മൂവിയിലെല്ലാം അഭിനയിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. അന്ന് എടുത്തൊരു വീഡിയോ ആണിത്. എലിസബത്ത് മറ്റൊരു രാജ്യക്കാരി ആയതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ആക്സെന്റ് ഉണ്ടല്ലോ അതൊരിക്കലും അവൾക്ക് വഴങ്ങത്തില്ല. അപ്പൊ അതുപോലെയുള്ളൊരു പെൺകുട്ടിയാണ് ഇവർ അന്വേഷിക്കുന്നത് എന്നവർ പറയുമ്പോൾ എലിസബത്ത് പറയും, ഞാൻ ആ ഒരു ആക്സെന്റിലേക്ക് മാറാം, ഞാനത് നല്ലതുപോലെ ട്രൈ ചെയ്യാന്നെല്ലാം അവൾ അതിലൂടെ പറയുന്നുണ്ട്. അതുമല്ല എലിസബത്തിന് അത്ര നല്ല രീതിയിലുള്ളൊരു അഭിനയ പരിചയമില്ല. അതുകൊണ്ട് തന്നെ പല ടെസ്റ്റുകളിലും അവൾ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ബക്കി ലീയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ലേ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അവളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ബക്കി അവനെന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് കാണിക്കുന്നത്, അതും ഈ കേസില് എന്ന് പറയുമ്പോൾ ലീ ഈ കേസ് വളരെ പേഴ്സണലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെയാണ് അവന്റെ പെരുമാറ്റത്തിലും ലേക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവൻ നല്ലതുപോലെ ഫുഡ് കഴിക്കുന്നില്ല, ലേയോട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ബക്കിയോട് ലീ പറയും, ആ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ബക്കി പറയും, ഇല്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീ പറയും, ഇല്ല, അത് ഇന്ന് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പോകാൻ പറയുന്നതും രാത്രി തന്നെ ബക്കി ഇപ്പം അടുത്തുള്ള വലിയ വലിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ, ബാറ്, ക്ലബ്ബ്, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്ക് പോയിട്ട് എലിസബത്തിന്റെ ഫോട്ടോ അവർക്കെല്ലാം കാണിച്ചു കൊടുത്ത് ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടോ, ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാണ്. അപ്പോൾ 1-2 സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചിട്ട് അവസാനം ഒരു ബാറിലേക്ക് വരുമ്പോൾ അവിടെ നിന്നൊരു സ്ത്രീ പറയും, അതെ, ഇവളെ കണ്ടിട്ടുണ്ട്, മാഡലിൻ എന്ന് പറഞ്ഞ ഒരു സമ്പന്നയായിട്ടുള്ള സ്ത്രീയായിട്ട് 1-2 തവണ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതും ഇപ്പൊ മാഡലിൻ ആരാണെന്ന് അന്വേഷിച്ച് ബക്കി അവിടെ എല്ലാം നോക്കുമ്പോഴാണ് മാഡലിനെ ദൂരെ നിന്ന് കാണുന്നത്. അങ്ങനെ മാഡലിനെ കണ്ടതും അവളെ ഫോളോ ചെയ്ത് പുറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവൻ എത്തുന്നതിന് മുന്നേ അവൾ തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ബക്കി ചെയ്യുന്നത് ആ കാറിന്റെ നമ്പര്, മാഡലിന്റെ പേര്, അവളുടെ വീടിന്റെ അഡ്രസ്സ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവൻ അപ്പം തന്നെ തന്റെ കയ്യിലുള്ള മാച്ച് ബോക്സ് ഉണ്ട് അതിന്റെ ഒരു വശത്തായിട്ട് എഴുതി വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ലേയുമായിട്ട് വഴക്ക് കൂടി അവസാനം ലേ ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള പേപ്പറുകൾ, ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊണ്ടുവന്നിട്ട് വെളിയിലേക്ക് എറിയുന്നു. ഇത് കണ്ട ലീക്കാണെങ്കിലോ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ ഫോട്ടോസ് എല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബക്കി അവിടെ വരുമ്പോൾ ബക്കിയോടാണ് ലേ തന്റെ വിഷമങ്ങളെല്ലാം പറയുന്നത്. അവൾ ഇവരോട് രണ്ടുപേരോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഇപ്പോൾ ഇതിനു ശേഷം ബക്കിയുടെ കയ്യിലുള്ളത് മാഡലിന്റെ വണ്ടി നമ്പരും അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസും മാത്രമാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസവും ബക്കി അതേ ക്ലബിന് വെളിയിൽ തന്നെ കാത്തു നിൽക്കുന്നു. ഇത്തവണ മാഡലിന് മനസ്സിലായി ബക്കി അവളെയാണ് ഫോളോ ചെയ്യുന്നതെന്ന്. കാര്യം എന്താണെന്ന് ബക്കിയോട് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, എലിസബത്ത് ഷോർട്ടിനെ നിനക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ അന്വേഷിച്ചു വന്നത്. ഇപ്പോൾ നിനക്കറിയാവുന്ന വിവരങ്ങളെല്ലാം പറയാൻ പറയുമ്പോൾ അവൾ തന്റെ കാറിൽ ബക്കിയെ കയറ്റിയിട്ട് അത് ഇവര് രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മാഡലിനും അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതുമല്ല ഇപ്പോൾ ഇവർ ഇറങ്ങിയത് ഒരു ലെസ്ബിയൻ ക്ലബ്ബാണ്. ഇവിടെയാണ് പലതവണയും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാറുള്ളത്. അപ്പോൾ ബക്കി ചോദിക്കും, പക്ഷെ ഇന്നലെ നീ എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അച്ഛനെ പേടിച്ചിട്ടാണ്, വേറൊന്നുമല്ല. എൻ്റെ അച്ഛൻ്റെ പേര് എമറ്റ്. ഈ സ്ഥലത്ത് തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ. ഇതുപോലൊരു ലെസ്ബിയൻ ക്ലബ്ബിൽ ഞാൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവത്തില്ലേ, അതുകൊണ്ടാണ് അവള് വീട്ടിലേക്ക് പെട്ടെന്ന് പോയതെന്ന് പറയും. അപ്പോൾ ബക്കി, നീ എലിസബത്ത് ഷോർട്ടുമായിട്ട് സംസാരിക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, ഞങ്ങൾ കൂടുതലായിട്ട് മൂവിയെ പറ്റിയാണ് സംസാരിച്ചിരുന്നത് എന്നാണ് അവൾ പറയുന്നത്. അതുമല്ല സംസാരത്തിനിടയിലെ മാഡലിനെ ബക്കി എന്തോ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവള് ബക്കിയോട് പറയുന്നുണ്ട്, നാളെ രാത്രി 8 മണിക്ക് എന്നെ വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് നീ വരണം, ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബക്കി നേരെ വരുന്നത് സ്റ്റേഷനിലേക്ക്. അവിടെ വന്ന് ലീയോട് ലേ ഉണ്ടല്ലോ അവളെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ലീ പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ബക്കിയുടെ കയ്യിൽ നിന്നും ആ മാച്ച് ബോക്സ് ഉണ്ടല്ലോ അത് അവൻ ചോദിക്കും. അപ്പോൾ ബക്കി അത് ലീക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ലീ അത് വാങ്ങി കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത രാത്രി മാഡലിൻ പറഞ്ഞതുപോലെ ബക്കി അവളുടെ വീട്ടിലേക്ക് അവളെ വിളിക്കാനായിട്ട് പോവാണ്. വീടിന് വെളിയിലെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നതും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മാഡലിൻ പുറത്തേക്ക് വരുന്നത്. അവളുടെ ഡോർ തുറന്ന് വീട്ടിലേക്ക് വന്നിട്ട് ബക്കിയോട് പറയും, ബക്കി നീ ആരാണെന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായി, നീ ഒരു ബോക്സറാണല്ലേ, അതുകൊണ്ട് നിന്നെ അച്ഛന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് എൻ്റെ ഫാമിലിയെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോയാലോ
എന്ന് പറഞ്ഞ് ബക്കിയെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അതിനകത്ത് വരുമ്പോഴാണ് അവളുടെ അച്ഛൻ എമറ്റി, അതേപോലെ തന്നെ അമ്മ റെമോണ, പിന്നെ ഒരു സഹോദരിയുണ്ട്. ഇപ്പൊ ഈ കുടുംബത്തെ തന്നെ നമ്മൾ കാണുമ്പോൾ ഇതില് റെമോണ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരും മാഡലിന്റെ സഹോദരിയും ഇവർ രണ്ടുപേരും എന്തോ പ്രതിമയെ പോലെ അങ്ങനെ തന്നെ നോക്കി നിൽക്കാണ്. ഇപ്പൊ കാണുമ്പോൾ എമറ്റും മാഡലിനും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരുമാണ് ഈ വീട്ടിലെ നോർമലായിട്ടുള്ള ആളുകൾ എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബക്കിയെ ഇവർ ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ എല്ലാവരും ടേബിളിന് ചുറ്റും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാഡലിന്റെ അമ്മ റെമോണ അവർ മാത്രം ഒരു വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മാഡലിന്റെ അച്ഛൻ എമറ്റി ബക്കിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റെമോണ അവളുടെ കഴിക്കുന്ന പാത്രം എടുത്ത് തട്ടിയിട്ട് ദേഷ്യപ്പെട്ട് എന്തോ ഒരു കാര്യം തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലൂടെ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റെമോണയ്ക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവരെത്ര മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള സ്ത്രീ അല്ല. അതുമല്ല അവർ തന്റെ മകളെ പറ്റിയും ഭർത്താവിനെ പറ്റിയും വരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ മാഡലിന്റെ സഹോദരി നമ്മുടെ ബക്കിയുടെ ഒരു കാരിക്കേച്ചർ വരയ്ക്കാന്ന് പറഞ്ഞ് അവൾ അടുത്തിരുന്ന പേപ്പറിൽ അവന്റെ കാരിക്കേച്ചർ വരയ്ക്കാണ്. അങ്ങനെ റെമോണ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ആ സഹോദരിയാണല്ലോ അവളിപ്പോ വരച്ച ആ ഒരു ചിത്രം ബക്കിയെ കാണിക്കുമ്പോൾ ബക്കിയും മാഡലിനും അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു മോശം ചിത്രം ഉണ്ടല്ലോ അതാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ബക്കി ആ പേപ്പർ മടക്കി അങ്ങ് വെക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ബക്കി മാഡലിനെയും വിളിച്ചിട്ട് ഒരു റൂം റെന്റിനെടുത്ത് ഇവർ രണ്ടുപേരും അകത്തേക്ക് പോയിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീനെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് മാഡലിൻ ബക്കിയോട് ചില സത്യങ്ങൾ പറയുന്നത്. തൻ്റെ അച്ഛൻ ഒരു വലിയ ബിസിനസ്സുകാരനാവാൻ കാരണം ഈ പഴയ സിനിമ സൈറ്റുകളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വിലയ്ക്ക് വാങ്ങി, എന്നിട്ട് അതിൻ്റെ സ്ക്രാപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം വിറ്റാണ് നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയിരുന്നത്. കൂടാതെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാളാണെങ്കിൽ കാറിൽ അച്ഛനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അപകടം സംഭവിച്ച് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുമല്ല തൻ്റെ അച്ഛൻ്റെ വാടക പ്രോപ്പർട്ടികളുണ്ടല്ലോ അവിടെ ഈ സ്ക്രാപ്പുകളെല്ലാം വിൽക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള ജോലിയാണ് അയാൾ ഇപ്പോൾ ചെയ്യുന്നതെന്നും ഇവരുടെ കുടുംബത്തിന്റെ ചില സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബക്കിയോട് പറയുമ്പോൾ ബക്കി ചോദിക്കും, അല്ല ഈ കാര്യങ്ങളൊക്കെ നീ എന്തുകൊണ്ട് എന്നോട് പറയുമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ബക്കി അത്ര ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറയും. പെട്ടെന്നാണ് മാഡലിൻ എഴുന്നേറ്റിട്ട് ബക്കിയോട് പറയുന്നത്, ബക്കി എലിസബത്തിനെ പറ്റി ഞാൻ കൂടുതൽ നിന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ എന്താണെന്ന് പറയാൻ പറയുമ്പോൾ എലിസബത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, അവളെപ്പോലെ സാമ്യമുള്ളൊരു പെൺകുട്ടിയാണ് എലിസബത്തും. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളെ എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ നമ്പർ അവൾക്ക് കൊടുത്തത്. അവൾ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആ ക്ലബിൽ വെച്ച് കണ്ടുമുട്ടുമായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബക്കി അത് വലിയ കാര്യമാക്കത്തില്ല, അവളെ അടുത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് അത് വലിയ കുഴപ്പമില്ലാന്ന രീതിയിൽ പറയുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ബക്കി വീണ്ടും അവളുടെ അടുത്ത ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടല്ലോ ആ വീഡിയോ കാണുകയാണ്. ഇപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് എലിസബത്തും മാഡലിനും കാണാൻ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഈ കാര്യങ്ങളെല്ലാം ഇപ്പം ഈ വീഡിയോയിലൂടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് എലിസബത്തിന് നല്ല രീതിയിൽ അഭിനയം വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനയമല്ല എലിസബത്ത് കാഴ്ചവെക്കുന്നത്. അതിൽ അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അവൾ ഒരിക്കലും ഒരു ആക്ടർ ആവത്തില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് അവൾ ഓരോ സ്ക്രീൻ ടെസ്റ്റിലും അഭിനയിക്കുന്നത്. പലതവണയും അതിലിരുന്ന് കരയോ വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബക്കി കണ്ടിട്ട് അത് കഴിഞ്ഞ് ബക്കി ഇപ്പോൾ ഒരു പാർക്കിൽ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാണിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു ഐസ്ക്രീമും വാങ്ങി അത് കഴിച്ചിങ്ങനെ നടന്നു വരുന്നു. ബക്കി കുറേ നേരം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കയ്യിൽ വെച്ച് അവർ കാണാതെ അവർ തന്നെ നോക്കിയിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരെയാണ് ബക്കി ഫോളോ ചെയ്യുന്നതെന്ന്. അത് കാരണം അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നതും ബക്കി ഇപ്പോൾ അവരുടെ പിറകെ ഓടി. അവരാണെങ്കിൽ ഈ രീതിയിൽ എങ്ങനെ എത്ര ദൂരം ഓടാനായിട്ടാണ് ആ മൈതാനത്ത് കിടന്ന് കുറച്ച് നേരം റൗണ്ട് അടിക്കുമ്പോൾ അപ്പോഴും തന്നെ ബക്കി അവരെ പിടിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ പോലീസാണെന്ന് പറഞ്ഞ് ഇപ്പം അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഇത് വേറെ ആരുമല്ല ലോണാന്ന് പറഞ്ഞിട്ട് എലിസബത്തിനോടൊപ്പം അഭിനയിക്കുന്ന മറ്റൊരു സ്ത്രീയാണെന്ന് പറഞ്ഞല്ലോ അവരാണിത്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം അവരെ ചോദ്യം ചെയ്യാണ്. ഇതിലൂടെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ലോണയും എലിസബത്തും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു സാധാരണ സിനിമയല്ല, അതൊരു ന്യൂഡ് ഫിലിമാണ്, ഒരു അഡൾട്ട് ഫിലിം. അതെവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഇവർ രണ്ടുപേരും അഭിനയിച്ച ആ ഒരു സിനിമയുണ്ടല്ലോ അത് പ്ലേ ചെയ്ത് കാണുവാണ്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഒരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത് അതിൽ എലിസബത്തിന് ഒരിക്കലും ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവളുടെ അഭിനയത്തോടുള്ള ആ ഒരു ആഗ്രഹം, അവളുടെ കരിയർ കൊണ്ടുപോകണം, ജീവിക്കാനായിട്ട് വേറെ വഴിയില്ല, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൾ ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഈ പോലീസുകാരുടെ കൂട്ടത്തിലിരുന്ന് കാണുന്ന നമ്മുടെ ലീ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് കാരണം ഇവരുടെ സീനിയർ ഓഫീസറിന് നല്ല ദേഷ്യം വന്നിട്ട് ബാക്കിയുള്ള പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ട് നീ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ്
ലീയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത ദിവസം നീ ഇതിന് വന്ന് എന്നോട് ക്ഷമ ചോദിക്കണമെന്നും പറയുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നിനക്കൊരിക്കലും അന്വേഷിക്കാനായിട്ട് കഴിയത്തില്ല എന്നും പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ ആ ഓഫീസർ ബക്കിയോട് വന്ന് ചോദിക്കും, അല്ല ലീ എവിടെ? ഇന്ന് ക്ഷമ പറയാനായിട്ട് അവൻ വരാമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോൾ ലീ ഒരിക്കലും സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ലീ എവിടെയാണെന്ന് ബക്കിക്കും അറിയത്തില്ല. അത് കഴിഞ്ഞ് രാത്രിയിലെ ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു ഷൂട്ടൗട്ട് നടന്നെന്നും അതിൽ നിരപരാധിയായിട്ടുള്ള രണ്ടുപേരും മരണപ്പെട്ടുവെന്നും ഒരു വിവരം അറിയുന്നുണ്ട്. അതനുസരിച്ച് ബക്കി രാത്രിയാവുന്നതും ആ സ്ഥലത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, ജൂനിയർ നാഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, അവനെ ഷൂട്ട് ചെയ്ത് കൊന്നേക്കുന്നു. അത് ചെയ്തത് വേറെ ആരുമല്ല, ലീ ആണ്. കൂടാതെ ആ ഷോപ്പിനുള്ളിൽ വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിൽ നിരപരാധിയായിട്ടുള്ള ഒരു ചൈനീസ് പെൺകുട്ടിയും അവളുടെ അച്ഛനും മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലീയുടെ ക്യാരക്ടർ നമുക്കറിയാലോ. അവൻ ആ സ്ക്രീനിലെ എലിസബത്ത് അതുപോലെ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൂടി കണ്ടപ്പോൾ അവന്റെ കൺട്രോൾ വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം ചെയ്തത് ജൂനിയർ നാഷാണെന്ന് വിചാരിച്ചാണ് ലീ അവനെ പോയി കൊന്നത്. പക്ഷെ ആ ഒരു ഷൂട്ടൗട്ടിൽ നിരപരാധികളായിട്ടുള്ള രണ്ടുപേരും മരിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ബക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ദേശത്തിലെ ബക്കി അവിടെ നിന്ന് നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരും. ഇപ്പോൾ ലീ ആണെങ്കിലോ ഈ നിരപരാധികളെ രണ്ടുപേരും മരിച്ച ആ ഒരു പേടിയില്ലേ അവനുമാകെ പേടിച്ചകത്ത് നിൽക്കുമ്പോൾ നേരെ വന്നിട്ട് ലീ രണ്ടിടി. ലീ പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എനിക്കറിയാം, നീ എന്നോട് ക്ഷമിക്കുന്നു പറയുമ്പോൾ ബക്കി കേൾക്കുന്നില്ല. ഒന്നുകൂടി അവൻ ഇടിച്ച് താഴെ കിട്ടിട്ട് നീ എന്തൊരു കാര്യമാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ബക്കി വീണ്ടും മാഡലിനെ കാണാൻ പോവാണ്. കാരണം വേറെ ഒന്നല്ല, മാഡലിനെ അവന് ഇഷ്ടമാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും അതേ റൂമിൽ റൊമാൻറ്റിക്കായിട്ട് ഇരുന്ന് അത് കഴിഞ്ഞ് ഇന്നലെ ലോണ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ ബക്കി പിടിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അത് മാഡലിനോട് പറയും. അതേപോലെ തന്നെ അവർ അഭിനയിച്ച ആ ഒരു ചിത്രം അത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ മാഡലിൻ ചോദിക്കും, അല്ല എന്നെപ്പറ്റി അവൾ എന്തെങ്കിലും പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബക്കി പറയുമില്ല, നിന്നെപ്പറ്റി അവൾ ഒന്നും പറഞ്ഞിട്ടില്ല, നിന്നെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബക്കി പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അവളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. കാരണം മാഡലിൻ ഈ കേസിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം മനഃപൂർവ്വം ബക്കി മറച്ചു വെക്കുകയാണ്. എന്നിട്ടിപ്പോൾ ബക്കി മാഡലിനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. എലിസബത്ത് നീയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, പറയാത്ത എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് മാഡലിൻ മറ്റൊരു കാര്യം പറയുന്നത്. എലിസബത്തും അവളും തമ്മിൽ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബക്കി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവളോട് എന്തോ ഒരു വെറുപ്പ് തോന്നുന്നത് പോലെ അവളെ നോക്കിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ബക്കി നേരെ വരുന്നത് ലീയെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്കാണ്. അവിടെ വരുമ്പോൾ ലീ അവിടെ ഇല്ല. ഇപ്പോൾ ലേ അവിടെ ഇരുന്നിട്ട് ബക്കിയോടൊരു സത്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാലേ ലീക്ക് 15 വയസ്സുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ ഇതുപോലെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അവളെ കൊന്നതാരാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നതും അപ്പോൾ തൻ്റെ സഹോദരിയുടെ ആ ഒരു ഓർമ്മ വെച്ചിട്ടായിരിക്കണം എലിസബത്തിനെ കാണുമ്പോൾ അവന് നല്ല ദേഷ്യമായിട്ട് അവളെ കൊന്നത് ഇവരൊക്കെ ആകാനാണ് സാധ്യത എന്ന് വിചാരിച്ച് അവൻ ഒരുപാട് പേരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കേസിലെ അത്ര ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ബക്കി ചോദിക്കും, ലേ ഇപ്പോൾ ലീ എവിടെയാ, അവൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ലേ പറയും, ലീക്ക് ഒരു മയക്കുമരുന്ന് ഡീലറുമായിട്ട് എന്തോ ഒരു കോൾ കിട്ടിയിട്ടുണ്ട്, അവൻ അവിടേക്കാണ് പോയതെന്ന് പറയുമ്പോൾ ബക്കി ചോദിക്കും, നമ്മൾ ആ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് കണ്ട ആ ഒരാളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അങ്ങനെ ബക്കി പെട്ടെന്ന് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് തൻ്റെ കാറുമായിട്ട് അവിടേക്ക് വരുന്നു. അതൊരു വലിയ ഹോട്ടലാണ്. ഇപ്പം അതിനകത്തേക്ക് കയറുമ്പോൾ ഒരാള് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ബക്കിയാണെങ്കിൽ പുറയിലൂടെ തൻ്റെ തൂക്കുമായിട്ട് ചെന്ന് അയാളെ അവിടെ വിളിച്ചു നിർത്തും. ഇപ്പോഴാണ് ഒരു പേര് പറയുന്നത്, ബോബി ഡിവറ്റ് അവിടെ നിൽക്കാൻ പറയുന്നതും. ഇയാളുടെ പേരാണ് ബോബി ഡെവറ്റ്. സത്യത്തിൽ ഇയാള് ജയിലിൽ നിന്നിപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് ബക്കി അവന്റെ പിറകെ ചെന്ന് അവനെ പിടിച്ച് അവന്റെ കയ്യിൽ ആയുധം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ലീ നിന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ ബോബി ഡിവറ്റ് പറയും, ഓ അപ്പൊ അവനാണല്ലോ ഇതിനു മുന്നേ പത്രങ്ങളിൽ കണ്ട നാഷിനെയും എല്ലാവരെയും കൊന്നത്. ഒരുപക്ഷെ അവൻ എന്നോട് പ്രതികാരം ഉണ്ടായിരിക്കാം, അത് തീർക്കാനായിരിക്കാം വന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ബക്കിയുടെ പിറകിൽ വേറൊരുത്തം വന്ന് ബക്കി ഇടിക്കുമ്പോൾ ബക്കി അവനെ ഇടിച്ച് താഴെയിടും. ഈ സമയം കൊണ്ട് ബോബി ഡിവറ്റ് അവൻ മുകളിലേക്ക് ഓടി കയറാണ്. ഇപ്പോൾ ബക്കി അവന്റെ പിറകെ തന്നെ മുകളിലേക്ക് ഓടി പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് എന്തോ ഒരു വെടിവെച്ച് കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നു. അത് സ്നൈപ്പറിൽ ഷൂട്ട് ചെയ്തതുപോലെ അതുപോലുള്ളൊരു ശബ്ദമാണ് കേൾക്കുന്നത്. ഇപ്പോൾ ബക്കി അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ ബോബി ഡിവറ്റ് എന്ന് പറഞ്ഞ അയാളെ തലയിൽ ഷൂട്ട് ചെയ്ത് കൊന്നേക്കാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ലീ നിൽപ്പുണ്ട്. ഇപ്പോൾ ബക്കി ലീയെ തന്നെ നോക്കി നിൽക്കുന്നതും ലീയുടെ പിറകെ ആരോ ഒരാള് ഒരു കയറുമായിട്ട് അവന്റെ കഴുത്തിലേക്ക് ഇടാൻ വരുന്നു. ആ നിഴല് കാണുന്നതും ബക്കി ലീ നിന്റെ പിറകിൽ ആളുണ്ടെന്ന് പറയുന്നതും അവർ തമ്മിൽ അവിടെ എന്തോ ഒരു പിടിയും വലിയും നടക്കുന്നുണ്ട്. അപ്പൊ അത്രയും മുകളിലാണ് നമ്മുടെ ലീ നിൽക്കുന്നത്. അതുകൊണ്ട് ബക്കി പെട്ടെന്ന് തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഓടിക്കയറാണ്. ഇപ്പോൾ മുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ മുകളിൽ കാണിക്കുമ്പോഴാണ് ലീയെ മുഖം അത്ര വികൃതമായിട്ടുള്ള ഒരാള് അവന്റെ കഴുത്തിൽ ആ ഒരു കയറും വെച്ച് പിടിച്ചു നിൽക്കുന്നു. അതേപോലെ തന്നെ ഇരുട്ടിൽ നിന്നും
ആരോ ഒരാൾ വെളിയിലേക്ക് വരുന്നുണ്ട്. നമുക്കത് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സ്ത്രീയെ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് മാത്രം അറിയത്തില്ല. അതുമല്ല, അവരുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. ഈ കത്തി കൊണ്ടുവന്ന് നേരെ ലീയെ വെട്ടുന്നതും ലീയെ പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, അയാളും ലീയും അതിന് മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീഴുന്നു. ബോബി മുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ രണ്ടുപേരും മുകളിൽ നിന്നും അത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ് താഴെയുള്ള കമ്പിയിൽ രണ്ടുപേരും ഇടിച്ചിട്ട് അവര് രണ്ടുപേരും സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ലീയുടെ മരണം ബക്കിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇപ്പോൾ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും ഈ കാര്യം അറിഞ്ഞ് ബക്കിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതുപോലൊരു കാര്യത്തിന് പോകുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പൊ അവസാനമായിട്ടും ലീയുടെ ശരീരം ഒരു തവണ കൂടി കണ്ട് അതിപ്പോ കത്തിക്കാനായിട്ട് കയറ്റുന്നു. അത് കഴിഞ്ഞ് ബക്കി ലേയെ കാണാനായിട്ട് വരികയാണ്. അവൾ ഈ കാര്യം അറിയുന്നതും നല്ലതുപോലെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബക്കി തന്റെ പഴയ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ ലീ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ അവൻ കണ്ടുപിടിക്കുന്നത്. എന്താന്ന് വെച്ചാല് ലീ ഏകദേശം ഈ കേസ് തെളിയിക്കാറായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. ഈ ഫോറൻസിക് റിപ്പോർട്ട്, അതേപോലെ തന്നെ കേസ് ഫയല്, ഇതെല്ലാം മറ്റാരും അറിയാതെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് അവൻ പ്രത്യേകം കേസ് അന്വേഷിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലീയെ കൊന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആരും ഒരാളാണ്. അവ സത്യങ്ങൾ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ലീ അവരെ കൊന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് ബക്കി എലിസബത്തിന്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് കൂടി കാണുന്നുണ്ട്. അതിൽ എലിസബത്ത് പറയുന്ന ഒരു കാര്യം, അവളെ വിവാഹം കഴിക്കാനായിട്ടൊരു പയ്യനുണ്ടെന്നും അവനെ അവൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു സ്ഥലം ഞങ്ങൾ ഉടനെ തന്നെ വിവാഹം കഴിക്കാൻ പോവാണ് എന്നുള്ള പല കാര്യങ്ങളും അവൾ അതിലൂടെ പറയുന്നുണ്ട്. ഇപ്പൊ അതിനുശേഷം ബക്കി ഡിന്നർ കഴിക്കാൻ വേണ്ടി ലേയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് ഡിന്നർ കഴിക്കാണ്ടിരിക്കുമ്പോൾ ലീ ഇല്ലാതെ ഒരിക്കലും ബക്കിക്ക് അത് കഴിയുന്നില്ല. അവൻ ലീയെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം തുടക്കത്തിലുള്ള ഒരു ഷൂട്ടൗട്ട് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ബക്കി മരിക്കേണ്ടതായിരുന്നു. പക്ഷെ ലീ ആണ് അവനെ രക്ഷപ്പെടുത്തിയത്. അതെല്ലാം പറഞ്ഞ് ബക്കി കരയുന്നതും ലീ ഇപ്പോൾ പതിയെ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ സമാധാനിപ്പിക്കും. അതുമല്ല, അവൾക്കാണെങ്കിൽ അവനോടൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അതില് രണ്ടുപേരും സമാധാനിപ്പിച്ച് സാധാരണ നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് മൂവികളിലൊക്കെ കാണുന്നത് തന്നെയാണ്. ഈ സമാധാനിപ്പിക്കലിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ലേ ഒരു കാര്യം പറയുന്നത്. കിച്ചണിലെ ടൈലൊന്ന് മാറിക്കിടപ്പോ അതിലെന്റെ കാല് തട്ടി മുറിഞ്ഞു, നിനക്കതൊന്ന് ശരിയാക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ബക്കി പറയും എന്തായാലും അത് ചെയ്യാന്ന് പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് വന്ന് ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആ ഒരു ടൈലുണ്ടല്ലോ മാറിക്കിടക്കുന്ന അത് മാറ്റിയിടാൻ പോവാണ്. ഇപ്പൊ ആ ഒരു ടൈൽ അങ്ങനെ തട്ടി ഇളകുമ്പോൾ അതിനടിയിൽ വലിയൊരു ഹോളുണ്ട്, എന്തോ ഒരു അറ പോലെ. അപ്പൊ ആ ഒരു ടൈല് മുഴുവനായിട്ട് മാറ്റി നോക്കുമ്പോഴാണ് അതിനുള്ളിൽ ഒരുപാട് പണമുണ്ട്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ബക്കിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് ലീ തന്നെയായിരിക്കണം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ബക്കി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലേ അവിടേക്ക് വരും. അപ്പോൾ ലേയോട് ചോദിക്കും, ഈ പണം എങ്ങനെ ഇവിടെ വന്നത്, നിനക്കിത് അറിയാവുന്ന ചോദിക്കുമ്പോൾ അവൾ പറയും അതെ അറിയാം. എന്താന്ന് വെച്ചാല് ലീ ഈ മാഫിയ തലവന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. അതും സ്റ്റാർട്ടിങ്ങിലെ ഇവര് രണ്ടുപേരും കാറിൽ പോയിട്ട് ഒരു ഷൂട്ടൗട്ട് നടത്തും. അതിൽ രണ്ടുപേരെ കൊല്ലുകയും ചെയ്തു. ആ സമയത്ത് ലീ പെട്ടെന്ന് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറിപ്പോവും. കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവൻ വെളിയിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ വെച്ച് അവൻ കൊന്ന ആ ക്രിമിനൽസിന്റെ കയ്യിൽ നിന്ന് എടുത്ത പണമായിരുന്നു ഇത്. ഇവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ പണം മാറ്റിവെച്ചത്. അപ്പോൾ ലീ ഒരിക്കലും ഒരു നല്ല പോലീസുകാരനായിരുന്നില്ല. അവന്റെ എടുത്തുചാട്ടവും അഗ്രസീവ്, അതേപോലെ തന്നെ സിസ്റ്റത്തിനെതിരായിട്ട് ക്രിമിനൽസിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലീ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുകൂടി അറിയുന്നതും ഇത്രയും കാലം ഈ കാര്യത്തെപ്പറ്റി ലേ അവനോട് മറച്ചു വെച്ചതുകൊണ്ട് ബക്കി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇപ്പൊ തന്റെ സുഹൃത്തും തന്നെ ചതിച്ചു എന്നുള്ള ആ ഒരു വിഷമത്തിലെ ബക്കി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ബക്കി പോകുന്നത് മാഡലിനെ കാണാൻ വേണ്ടി. അവളെ കണ്ടിട്ട് എന്താണ് രണ്ടുപേരും വീണ്ടും റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ അടുത്ത ദിവസം മാഡലിന്റെ വീട്ടിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മെയിൻ ഹാളിലെ ഇവരുടെ ഫാമിലി ഫോട്ടോ കാണുന്നുണ്ട്. അതിൽ റെമോണ, അതേപോലെ തന്നെ അവളുടെ അച്ഛൻ എമറ്റ്, കൂടാതെ അവളുടെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു കാർ അപകടം സംഭവിച്ചിട്ട് അയാൾക്ക് പരിക്ക് പറ്റിയെന്നെല്ലാം പറഞ്ഞു. അയാളുടെ ചിത്രമുണ്ട്. അപ്പോഴേക്കും മാഡലിൻ അവിടെ വന്നിട്ട് അവനോട് സംസാരിക്കുമ്പോൾ ഈ റൂമിൽ തന്നെ വലിയൊരു പെയിന്റിങ്, അത് ഒരു ജോക്കറിനെ പോലെ തോന്നിക്കുന്ന ഒരു പെയിന്റിങ് അവൻ കാണുന്നുണ്ട്. ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അച്ഛന്റെ ആ ഒരു സുഹൃത്തിന്റെ മുഖം വെച്ചിട്ട് വരച്ചെടുത്തൊരു പെയിന്റിംഗ് ആണെന്ന് മാഡലിൻ പറയും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും മാഡലിൻ അവനെ ഉമ്മ വെച്ച് തന്നെ നിൽക്കാണ്. അതും ജനാലയുടെ വശത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ബെക്കി ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ലേ വന്ന് നിൽക്കുന്നു. അവളെ കാണുമ്പോൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഹേ ലേ, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലേ പറയും നിനക്കെന്താ ഭ്രാന്താണോ, മരിച്ച ആ ഒരു പെൺകുട്ടിയെ പോലെയാണ് അവളും ഇരിക്കുന്നത്, അങ്ങനെയുള്ളൊരു പെണ്ണിനോടൊപ്പം ഇവിടെ കഴിയാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നെല്ലാം പറഞ്ഞ് ബക്കിയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ലേ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ബക്കി നോക്കുമ്പോഴും അത് ശരി തന്നെയാണ്. മരിച്ചുപോയ എലിസബത്തിനെ പോലെ തന്നെയാണ് മാഡലിൻ വസ്ത്രം ധരിക്കുന്നതും അവളുടെ നടത്ത സ്വഭാവം എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ലീ കണ്ടുപിടിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നുകൂടി പരിശോധിക്കാനായിട്ട് അവിടെ വരുമ്പോഴാണ് മാഡലിന്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു ജോക്കറിന്റെ ചിത്രം, അതുപോലെയുള്ളൊരു ഫോട്ടോ ഇവിടെയുണ്ട്. അതുമല്ല മാഡലിൻ പറഞ്ഞിട്ടുണ്ട് ഈ പഴയ സിനിമകളെല്ലാം നിർമ്മിച്ചിരുന്ന ഈ സെറ്റുകളുണ്ടല്ലോ
അതുപോലുള്ള സെറ്റുകൾ ഒരുപാട് അവളുടെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതിലൂടെയാണ് അയാൾ വീണ്ടും അത് വാടകയ്ക്ക് കൊടുത്ത് ഇതുപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതിലൂടെ എന്തൊക്കെയോ സംശയം വന്നിട്ട് ഇപ്പോ എലിസബത്ത് അഭിനയിച്ച ഒരു ചെറിയ ഫിലിമുണ്ട്. അതാണ് ഇവർ മൂന്നുപേരും സ്റ്റാർട്ടിങ്ങിലെ ഒരു തിയേറ്ററിൽ നിന്ന് കാണുമല്ലോ ആ സിനിമ. അതില് കട്ടിലിൽ മരിച്ചിടക്കുന്ന ആ ഒരു പെൺകുട്ടി അത് എലിസബത്ത് ആയിരുന്നു. അവൾ അതുപോലെ അഭിനയിച്ചതാണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ബക്കി രാത്രി തന്നെ ആ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ ഈ സ്ഥലം വേറെ ആരുടേതുമല്ല, മാഡലിന്റെ അച്ഛനോടല്ലേ എമറ്റ്, അവൻ വാങ്ങിയ സ്ഥലമാണിത്. ഈ പഴയ ഷൂട്ടിംഗ് സൈറ്റുകളൊക്കെ അയാൾ വാങ്ങുമെന്ന് പറഞ്ഞല്ലോ, അതുപോലുള്ളൊരു സ്ഥലം. ഇപ്പൊ അവിടെ വന്നിട്ട് ഏതോ ഒരു വർക്ക്ഷോപ്പിനകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അവിടെ രക്തം കിടക്കുന്നു, അതേപോലെ തന്നെ മുടിയുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ബക്കി പെട്ടെന്ന് ഷോക്കാവും. അവൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ചുമരിലും മാഡലിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ജോക്കറിന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി തന്നെ ബക്കി നേരെ വരുന്നത് മാഡലിന്റെ വീട്ടിലേക്ക്. അവിടെ വന്നിട്ട് ജനാല വഴി അവൻ അകത്തേക്ക് കയറി വരുമ്പോൾ മാഡലിനും അവളുടെ അച്ഛൻ ഏമറ്റുണ്ടല്ലോ, ഇവര് രണ്ടുപേരും പടിയിലിരുന്ന് സംസാരിക്കുകയാണ്. പക്ഷെ എന്തോ അതൊരു നല്ല ബന്ധം പോലെ തോന്നില്ല. ഇപ്പോ ബക്കി പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട്, അപ്പോ നിങ്ങൾ രണ്ടുപേരാണല്ലേ എലിസബത്ത് ഷോട്ടിനെ കൊന്നത്? എന്നിട്ട് അതെല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. കൂടാതെ എന്നെ ആ ഒരു കേസിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നീ എന്നോട് പ്രണയം നടിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു. അതിലൂടെ എനിക്കൊരിക്കലും നിന്നോട് സംശയം തോന്നാൻ പോകുന്നില്ല. ഒരുപക്ഷെ അവള് അതുപോലെയുള്ള മൂവീസ് അഭിനയിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് എമറ്റിനോട് ചോദിക്കുമ്പോൾ എമറ്റ് പറയും, ഇല്ല, ഞാനൊരിക്കലും അങ്ങനെയുള്ള ഷൂട്ടിങ്ങുകളൊന്നും ചെയ്യുന്ന ഒരാളെയല്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ബക്കി പറയും, നിങ്ങൾ വാങ്ങിച്ച ആ ഒരു ഷൂട്ടിംഗ് സൈറ്റ് അത് ഞാൻ കണ്ടിരുന്നു, അവിടെ വെച്ചല്ലേ അവളെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പക്ഷെ ഇവര് രണ്ടുപേരും കൊന്നെന്ന് ഒരിക്കലും സമ്മതിച്ച് തരുന്നില്ല. ഇത് കാരണം ബക്കി അവിടെയുള്ള വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റ്, താഴെയുള്ള വലിയ പ്രതിമ, ഇതെല്ലാം തന്റെ തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് തകർക്കാണ്. ഇത് കണ്ടിട്ട് അവർക്ക് ഒരിക്കലും സഹിക്കുന്നില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, അതെ, അന്ന് രാത്രി അവളെ എവിടേക്ക് പറഞ്ഞു വിട്ടത് ഞങ്ങൾ തന്നെയാണ്. അതിന് കാരണം വേറെ ഒന്നല്ല, അവളെ കാണണമെന്ന്. എമറ്റിന്റെ സുഹൃത്തുണ്ടല്ലോ, ആ ഒരു കാർ അപകടം സംഭവിച്ച ഒരാള്, അയാൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവളെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് ഇവർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് റെമോണ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവരിപ്പോൾ ചിരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. ഇവിടെയാണ് മൂവിയിലെ പ്രധാന ട്വിസ്റ്റ് വരാൻ പോകുന്നത്. എന്താന്ന് വെച്ചാല് എമറ്റിന്റെ സുഹൃത്തായിട്ട് ഒരാളെ കൊണ്ട് നടന്നിരുന്നല്ലോ, അയാള് റെമോണയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ ഉണ്ടായ കുട്ടിയാണ് മാഡലിൻ. പിന്നീട് എന്തോ എമറ്റിന്റെ സഹായിയായിട്ട് അയാളെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആ കാർ അപകടം സംഭവിച്ച് അയാൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നത്. അതിലെ അയാൾ മാനസികമായിട്ടും കുറച്ച് പ്രശ്നമുള്ള ഒരാളായി മാറി. കൂടാതെ എലിസബത്ത് ഷോർട്ട് അതേപോലെ തന്നെ ലോണ, ഇവർ തമ്മിലുള്ള ആ ഒരു അഡൾട്ട് ഫിലിം ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ജോർജ് എന്ന് പറഞ്ഞ അയാള് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അയാള് എലിസബത്തിനെ കണ്ട് എലിസബത്തിനോട് അയാൾക്കൊരു ആഗ്രഹം തോന്നിയത്. അത് പ്രകാരമാണ് എലിസബത്തിനെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അന്ന് രാത്രി അയാൾ എലിസബത്തുമായിട്ട് കുറച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് വരുന്ന മറ്റൊരാളുണ്ട്. അത് വേറെ ആരുമല്ല, റെമോണ എന്ന് പറഞ്ഞ ഈ സ്ത്രീ തന്നെയാണ്. റെമോണ അവിടേക്ക് വരുമ്പോൾ ആ സമയത്ത് റെമോണയ്ക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ റെമോണ എലിസബത്തിനെ കാണുമ്പോൾ അവൾക്ക് തോന്നുന്നത് തന്റെ മകളായിട്ടുള്ള മാഡലിനെയാണ്. കാരണം ഇതിനു മുന്നേയുള്ള 1-2 സീനുകളിൽ ഞാൻ പറയുന്നുണ്ട്, മാഡലിനും എലിസബത്തും കാണാനായിട്ട് ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്റെ മകളെ തന്നെ അവളുടെ യഥാർത്ഥ അച്ഛൻ ഇതുപോലെ യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഭ്രാന്തിയായിട്ടുള്ള റെമോണയ്ക്ക് എങ്ങനെയുണ്ടാവും? അത് കാരണം ഒരു ചുറ്റിയിലെടുത്തുകൊണ്ട് വന്ന് എലിസബത്തിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അതുമല്ല, ഇവരുടെ ഭ്രാന്ത് കാരണം മരിക്കാത്ത എലിസബത്തിനെ വലിച്ചെടുത്ത് അവളെ ജീവനോടെ തന്നെ വെച്ച് അവളുടെ വായെല്ലാം വലിച്ചു കീറും. കൂടാതെ അവളെ കൊടൂരായിട്ട് കൊന്ന് അവളുടെ ശരീരം 2ആക്കി മുറിക്കുന്നതും റെമോണയും അതേപോലെ തന്നെ ജോർജ് എന്ന് പറഞ്ഞ അയാളും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ എലിസബത്തിനെ കൊന്ന യഥാർത്ഥ കൊലയാളികള് അത് വേറെ ആരുമല്ല, റെമോണയായിരുന്നു. അതിൽ ജോർജ് എന്ന് പറഞ്ഞ അയാള് ലീയോടൊപ്പം ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. എന്താന്ന് വെച്ചാല് അന്ന് ലീയെ കൊല്ലാനായിട്ട് അവിടേക്ക് വന്നത് അത് റെമോണയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, അത് മാഡലിനായിരുന്നു. കാരണം മാഡലിനറിയാം ഇതെല്ലാം ചെയ്തത് തന്റെ അമ്മയാണെന്ന്. ലീയെ കൊല്ലാൻ കാരണം ലീ ഈ കേസ് കണ്ടുപിടിച്ച അവസാനം അതിന്റെ സത്യം മനസ്സിലാക്കും എന്നുള്ളൊരവസ്ഥ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീയെ മാഡലിൻ കൊല്ലുന്നത്. അതേപോലെ തന്നെ ബക്കിയും ഈ കേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനോട് പ്രണയം നടിച്ച് പലതവണയും അവനോടൊപ്പം റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാഡലിന്റെ പേരും അവളുടെ കുടുംബത്തെയും ഈ കേസിലേക്ക് കൊണ്ടുവരാതെ നോക്കാനായിട്ട് അവളെ കൊണ്ട് കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഇപ്പോൾ റെമോണ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവരൊരു തോക്കെടുത്ത് അവരുടെ വായിലേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അവര് മരണപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥ കൊലയാളിയും അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ ഇതിൽ ഒരു ചോദ്യം കൂടിയുണ്ട്, നമ്മുടെ ലീ എങ്ങനെയാണ് നമ്മുടെ മാഡലിന്റെ കുടുംബത്തിലേക്ക് എത്തിയതെന്ന്. കാരണം ഒരു സീനിലെ ബക്കി അവന്റെ ആ ഒരു മാച്ച് ബോക്സ് ലീക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ആ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു മാച്ച് ബോക്സിൽ ബക്കി എഴുതി വെച്ചിരുന്ന
മാഡലിന്റെ പേരും അവളുടെ കാറിന്റെ നമ്പര് ഇതെല്ലാം വെച്ചിട്ടാണ് ലീ അവരുടെ പിറകെ കേസ് അന്വേഷിച്ച് പോയതും അവസാനം അവൻ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതും. അപ്പോൾ ലീ മരിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ബക്കിയാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം അവൻ ഈ ഒരു കാര്യം മറച്ചു വെച്ചതുകൊണ്ടും മാഡലിൻ തന്നെ പ്രണയിക്കുമെന്ന് വിചാരിച്ച് അവൾ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് മാത്രമാണ് ലീ മരണപ്പെട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ മാഡലിൻ വീണ്ടും ബക്കിയെ അതേ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ വശീകരിച്ച് ഈ കേസിൽ നിന്നും അവനോട് മാറി നിൽക്കാനും തന്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൾ പറയുന്നുണ്ട്. പക്ഷെ തന്റെ സുഹൃത്തിനെ കൊന്നത് മാഡലിനാണെന്ന് മനസ്സിലാക്കുന്നതും ബക്കി ഒരിക്കലും അവളിൽ വീഴത്തില്ല. പകരം അവൻ തോക്കെടുത്ത് അവളുടെ നേർക്ക് ചൂണ്ടുമ്പോൾ മാഡലിൻ ഇങ്ങനെയെല്ലാം ആവാൻ കാരണം തന്നെ എലിസബത്താണ്. കാരണം എലിസബത്തിന്റെ ആ ഒരു സൗന്ദര്യം, അവളുടെ ആ ഒരു രീതി, അത് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് മാഡലിനും അവളെ പോലെ വേഷം മാറി നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എലിസബത്തിനെ ഒരു മോശമായിട്ടുള്ള പെൺകുട്ടി എന്നെല്ലാം പറയുന്നതും ഇത് കേൾക്കുന്ന ബക്കിയുണ്ടല്ലോ, അവൻ തോക്കെടുത്ത് അവളുടെ വയറിലേക്ക് ഷൂട്ട് ചെയ്ത് മാഡലിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ മാഡലിനെ കൊന്നതിന് ശേഷം അവൻ നേരെ പോകുന്നത് ലേയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ഡോറിൽ തട്ടുമ്പോൾ ലേ ഡോർ തുറക്കുന്നുണ്ട്. അവന്റെ സുഹൃത്തിന്റെ മരണത്തിന് ഒരു വിധത്തിലെ കാരണം അവനും കൂടിയാണല്ലോ. ആ ഒരു ഓർമ്മ അവൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ലേ നമ്മുടെ ബക്കിയെ കൂട്ടി അകത്തേക്ക് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ യഥാർത്ഥ ബ്ലാക്ക് ഡാലിയ കേസിൽ ഇതുപോലെയല്ല സംഭവിച്ചത്. ആ ഒരു കേസ് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതുപോലൊരു അവസാനം, അല്ലെങ്കിൽ ആ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് സിനിമയ്ക്ക് വേണ്ടി ഇവർ ഇതുപോലൊരു കാര്യം ചെയ്തെന്നേ ഉള്ളൂ. എന്തായാലും ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.